യൂട്യൂബുപുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയ ചക്ക അതുപോലെ അരിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള കുമ്പിളപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 3 ശർക്കര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ വെള്ളം കൂടുമ്പോൾ നമുക്കത് കുമ്പിളിൽ ഇലയിലാക്കിയിട്ട് പൊതിയാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വരട്ടി വെച്ചിട്ടുള്ള പഴുത്ത ചക്ക വരട്ടി വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണത്. ഇത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സിയിലൊന്ന് ഇട്ടിട്ട് അടിച്ചിട്ടെടുത്തതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ അല്ലാതെ ഇത് പെട്ടെന്ന് എടുക്കുമ്പോഴേ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചുക്കും അതുപോലെ ഏലക്കയും കൂടി പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ശർക്കര പാനി കുറവാണ് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊടി നമ്മളവിടെ അരി പൊടിച്ചിട്ട് റെഡിയാക്കിയതാണ് പച്ചരി. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കണ കുമ്പിളപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കണതേ. അപ്പോൾ വറുക്കാത്ത പൊടിയാകുമ്പോൾ കുറച്ചൊരു ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടി വറുത്തെടുക്കുന്നത്. അപ്പം നമ്മളതിൽ കണ്ടില്ലേ, ശർക്കര പാനി ചേർത്തിട്ടും കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ കൂട്ട് റെഡി ആയിട്ടോ. ഇനി നമുക്ക് റെഡിയാക്കാൻ നോക്കാം. അപ്പം നമ്മൾ ഇതുപോലത്തെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റെഡിയാക്കി എടുക്കാൻ ഈ കുമ്പിളപ്പത്തിന്. അപ്പോൾ നമ്മൾ കറാമ്പട്ട എന്നൊക്കെ പറയില്ലേ, കറുകപ്പട്ടേൻ്റെ ഇലയാണ്. അപ്പോൾ ഇതിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്കാട്ടോ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇല ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ സൈഡിലൊരു ഈർക്കിൽ വെച്ചിട്ട് കുത്തി കൊടുക്കാം. ഇതുപോലെ കണ്ടല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ ഇല ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ മാവ് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മളെല്ലാം അതുപോലെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്കിത് ആവിയിലേക്ക് വേവിക്കാം. ബാക്കി നമ്മൾ കുറച്ചൊരു ഇലയിലും കൂടി ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഇലയിലും കൂടി ഒന്ന് പൊതിഞ്ഞിട്ടെടുക്കാം. നമ്മൾ ഇല വാട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ പൊട്ടൊന്നുമില്ല, അപ്പോൾ കെട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ അങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കതും കൂടി റെഡിയാക്കി എടുക്കാം. നമ്മളെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. കുമ്പിളിലുള്ളതും അതുപോലെ ഇലയിലും റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലെ മുകളിലേക്ക് നമുക്ക് ആദ്യം ഇലയിൽ നിന്ന് പൊതിഞ്ഞത് വെച്ച് കൊടുക്കാം. നമുക്ക് കുമ്പിളപ്പം വെച്ചെടുക്കാം.
ഇത് തിന്ന് പുറത്തേക്കൊന്നും പോവില്ല കേട്ടോ, കാരണം നമ്മൾ നന്നായിട്ട് പിന്നെ വെള്ളം കുറവാണല്ലോ. അപ്പം അതുപോലെ തന്നെ ഇത് വെന്ത് കിട്ടും. എല്ലാം വെച്ചെടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചു. ഇത് വെന്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മളെ കുമ്പിളപ്പം അതുപോലെ ഇലയിൽ പൊതിഞ്ഞപ്പൊക്കെ റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ ഈ ഇലയുടെ സ്മെല്ല് നല്ല സ്മെല്ലാട്ടോ. അത് വെന്തിങ്ങനെ വരുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഇതിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല, പക്ഷെ എന്നാലും പിന്നെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇപ്പോൾ വാഴേൻ്റെ ഇലയിലായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് അറിയാലോ. പിന്നെ അതുപോലെ ചില സ്ഥലങ്ങളിൽ മഞ്ഞളിൻ്റെ ഇലയിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതിലാ വെച്ചാൽ അതിൽ നമുക്ക് കിട്ടണതും സൗകര്യമൊക്കെ അനുസരിച്ചിട്ടേ, വാഴേൻ്റെ ഇല മാത്രം കിട്ടുക വെച്ചാൽ അതിലുണ്ടാക്കാം, അതുപോലെ ഇതിൻ്റെ ഇല കിട്ടുമ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ സൗകര്യമുള്ളതിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.